പുരസ്കാരം സ്വീകരിക്കുന്നതിൽ പാർട്ടി തീരുമാനത്തിനൊപ്പം പത്മ പുരസ്കാരം സ്വീകരിക്കുന്നത് പാർട്ടി നിർദ്ദേശപ്രകാരം തീരുമാനിക്കുമെന്ന് അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദന്റെ കുടുംബം. വി.എസിന് ജനഹൃദയങ്ങളിൽ ലഭിച്ചിട്ടുള്ള സ്ഥാനമാണ് ഏതൊരു പുരസ്കാരത്തെക്കാളും വലുതെന്ന് കുടുംബം വിശ്വസിക്കുന്നുവെന്നും സ്വീകരിക്കുന്നത് സംബന്ധിച്ച് പാർട്ടി നിലപാടുകൾക്കൊപ്പമായിരിക്കുമെന്നും വി.എസിന്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ മൂല്യങ്ങളുടെയും പാർട്ടിയുടെ തീരുമാനങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. പിതാവിന്റെ ആദർശങ്ങൾക്കും പാർട്ടി നിലപാടുകൾക്കും ഒപ്പമായിരിക്കും ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ തീരുമാനമെന്നാണ് അരുൺകുമാർ വ്യക്തമാക്കിയത്. SIR ഹിയറിംഗ്. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 21,130 പേർ. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ഹിയറിംഗിലൂടെ 21,130 പേർ ഇന്നുവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കർ വിശദമാക്കി. മതിയായ കാരണങ്ങളാൽ കൃത്യമായ പരിശോധനയിലൂടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ കണക്കാണിതെന്നും ഹിയറിംഗ് തുടരുന്നതിനാൽ ഈ കണക്കിൽ വ്യത്യാസം വരുമെന്നും ഹിയറിംഗ് വേളയിൽ അനർഹരായി കണ്ടെത്തുന്നവർ ഇനിയും ലിസ്റ്റിൽ നിന്ന് പുറത്താവുമെന്നും അദ്ദേഹം അറിയിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധം. കാലം പറഞ്ഞ കഥ സിനിമയുടെ റിലീസ് മാറ്റി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉയർത്തിയ കാലം പറഞ്ഞ കഥ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചു. സിനിമയുടെ സ്ക്രീനിംഗ് പൂർത്തിയായില്ലെന്ന് സെൻസർ ബോർഡ് അറിയിച്ചതോടെയാണ് റിലീസ് മാറ്റിയത്. 8-ാം തീയതിയാണ് സ്ക്രീനിംഗ് എന്ന് ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം സിനിമയുടെ ട്രെയിലറും അപകീർത്തികരമാണെന്ന് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞു. ഇതോടെ ട്രെയിലർ കാണാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. സിനിമ തടയണമെന്ന അഫാന്റെ പിതാവിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായത്. ഷിംജിത് പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രീയ തെളിവുകളുമായി ഒത്തുനോക്കുമെന്ന് പോലീസ്. അപകീർത്തികരമായ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. ഇന്ന് ഉച്ചയോടെയാണ് കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതി ഷിംജിതയെ വൈകിട്ട് 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഷിംജിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. 24-കാരിയായ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് നന്മണ്ടയിലാണ് സംഭവം. കാരക്കുന്നത്ത് വെള്ളാച്ചലിൽ പടിഞ്ഞാറ്റ് 24-കാരിയായ ആദിത്യയാണ് മരിച്ചത്. ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കുഴഞ്ഞു വീഴുകയായിരുന്നു യുവതി. ഉടൻ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാവേലിക്കര മുൻ MLA എം മുരളി അന്തരിച്ചു. മാവേലിക്കര മുൻ MLAയും കോൺഗ്രസ് നേതാവുമായിരുന്ന എം മുരളി അന്തരിച്ചു. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 4 തവണ തുടർച്ചയായി മാവേലിക്കര മണ്ഡലത്തിൽ MLA ആയിരുന്നു എം മുരളി. മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അപകടകരമായ യാത്ര. നടപടിയില്ലെന്ന വിമർശനം. മാവേലിക്കരയിൽ മദ്യലഹരിയിൽ ഔദ്യോഗിക വാഹനമോടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സ്വരാജാണ് മദ്യലഹരിയിൽ വാഹനമോടിച്ചത്. കായംകുളം ചെട്ടികുളങ്ങര റോഡിലാണ് ഉദ്യോഗസ്ഥന്റെ അപകടകരമായ യാത്ര. മദ്യപിച്ച് അവശനിലയിലായതോടെ വാഹനം റോഡരികിൽ നിർത്തുകയായിരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ ഛർദ്ദിച്ച് അവശനായ നിലയിലായിരുന്നു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നത്. സ്വരാജിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. മുഖം കഴുകിയ ശേഷം ഇതേ വാഹനം ഓടിച്ച് സ്റ്റേഷനിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. SHOയെ കായംകുളത്തെ വീട്ടിൽ എത്തിച്ച ശേഷം തിരികെ വരുമ്പോഴായിരുന്നു സ്വരാജ് പോലീസ് വാഹനത്തിൽ അപകടകരമായ യാത്ര നടത്തിയത്. KSRTCയും ചിക്കിങ്ങും കൈകോർക്കുന്നു. KSRTCയും പ്രമുഖ ഫുഡ് ബ്രാൻഡായ ചിക്കിങ്ങും കൈകോർക്കുന്നു. യാത്രക്കിടയിൽ വിശ്വസനീയവും ഹൈജീനിക്കുമായ ഭക്ഷണം എന്ന യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തിന് പുതിയ പദ്ധതിയിലൂടെ പരിഹാരമായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രീമിയം ക്ലാസ് സർവീസുകളിലും ബജറ്റ് ടൂറിസം സർവീസുകളിലും തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നുള്ള സർവീസുകളിലുമാണ് ചിക്കിങ്ങിന്റെ സേവനം ലഭ്യമാവുക. KSRTC യാത്രക്കാർക്ക് പ്രത്യേക നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷങ്ങളുടെ വാക്പോര്. തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കുകയും സഭ പിരിയുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ അന്വേഷണത്തിൽ SITക്ക് വീഴ്ച പറ്റിയെന്നും പുറത്തിറങ്ങുന്ന പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തങ്ങൾ കേസുമായി ബന്ധപ്പെട്ട നിസ്സഹകരണ സമരത്തിലാണെന്നും VD സതീശൻ വ്യക്തമാക്കി. സഭയിൽ തങ്ങൾ സമാധാന സമരമാണ് നടത്തുന്നതെന്നും VD സതീശൻ പറഞ്ഞു.
CJ റോയിയുടെ മരണം. തങ്ങളുടെ പക്കൽ ആരുടെയും കള്ളപ്പണമില്ലെന്ന് MD TA ജോസഫ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ വിശദീകരണവുമായി കോൺഫിഡന്റ് ഗ്രൂപ്പ്. റോയിയുടെ മരണം മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്. റോയി കൈകാര്യം ചെയ്തിരുന്നത് ബംഗളൂരുവിലെ കാര്യങ്ങൾ മാത്രമാണ്. കേരളത്തിലെ പ്രൊജക്ടുകളുടെ മുഴുവൻ ചുമതലയും തനിക്കെന്ന് TA ജോസഫ് വ്യക്തമാക്കി. തങ്ങളുടെ പക്കൽ ആരുടെയും കള്ളപ്പണമില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ EDയോ CBIയോ ഇല്ല. ചില യൂട്യൂബ് മാധ്യമങ്ങൾ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും മരിച്ചിട്ടും റോയിയെ വേട്ടയാടുകയാണെന്നും TJ ജോസഫ് കുറ്റപ്പെടുത്തി. നാളെ മുതൽ കൊച്ചിയിലെ ഓഫീസിൽ താനുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റോയിയുടെ മരണത്തിന് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് വിശദീകരണവുമായി എത്തുന്നത് ആദ്യമായാണ്. വാർത്താ സമ്മേളനം നേരത്തെ റദ്ദാക്കിയിരുന്നു.